ഹായ് മൈസെൽഫ് സ്റ്റെഫി ജസ്റ്റ് എ സെക്കൻഡ് ഇയർ സൈക്കോളജി സ്റ്റുഡൻറ്റ്. നമുക്കെല്ലാവർക്കും സാധാരണ രീതിയിൽ ഒരാൾക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായാലോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഫിസിക്കലി ഒരാൾക്കൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ഫസ്റ്റ് എയ്ഡാണ് കൊടുക്കേണ്ടതെന്നുള്ള ധാരണ വളരെ വ്യക്തമായിട്ടുണ്ട്. അത് കുഞ്ഞു ക്ലാസ്സിൽ തൊട്ട് നമ്മളെല്ലാവരും പഠിക്കുന്ന കാര്യമാണ്. ഒരു ആക്സിഡൻറ്റ് നടക്കുമ്പോൾ എന്ത് ചെയ്യണം, ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, പെട്ടെന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ നേരെ മറിച്ച് ഒരാൾക്കൊരു പാനിക് അറ്റാക്ക് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരാൾ ഭയങ്കരമായിട്ട് കരയുന്നു, ഒരു വ്യക്തിക്ക് ഒരു ഷോക്ക് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു വ്യക്തി ഭയങ്കര ഇമോഷണലി ഓവർവെൽംഡ് ആയിട്ട് നിൽക്കുന്നു. ഈ സിറ്റുവേഷനിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് പല വ്യക്തികൾക്കും അറിഞ്ഞുകൂടാ. സാധാരണ രീതിയിൽ ഇതൊരു തെറാപ്പിസ്റ്റിന് മാത്രമാണ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളൊരു തെറ്റിദ്ധാരണ നമുക്കുണ്ട്. നിങ്ങൾ ഇവിടെ ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു തെറാപ്പിസ്റ്റ് ആകേണ്ട ആവശ്യമൊന്നുമില്ല. നേരെ മറിച്ച് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു തെറാപ്പി കൊടുക്കുകയോ കൗൺസിലിംഗ് കൊടുക്കുക എന്നൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. നേരെ മറിച്ച് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ സപ്പോർട്ടാണ്. ഒരു വ്യക്തിക്ക് ഒരു ക്രൈസിസ് ഉണ്ടാകുന്നു, ആ വ്യക്തിയിൽ ഒരു ഇമോഷണൽ ഡിസ്ട്രെസ് ഉണ്ടാകുന്നു. ആ ഡിസ്ട്രെസ്സിനോട്, ആ ഒരു ഇമോഷണൽ ഡിസ്ട്രെസ് ഒരാൾക്ക് ഒരു ആക്സിഡൻറ്റിൽ നിന്ന് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഒരു വയലൻസിൽ നിന്നോ അബ്യൂസിൽ നിന്നോ ഏതെങ്കിലും ഒരു നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിന് ശേഷമൊക്കെ ഈ ഒരു ഡിസ്ട്രെസ് ഈ വ്യക്തിയിൽ ഉണ്ടാകാം. ആ വ്യക്തിക്ക് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു കാംനെസ്, സേഫ്റ്റി, കണക്ഷനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഒരു ബേസിക് ടേംസിൽ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന് വിളിക്കും. ഒരാൾക്ക് നമ്മളൊരു സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുകയാണ്. നമ്മൾ 5 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. ആദ്യത്തേതെന്ന് പറയുന്നത് അവരുടെ സേഫ്റ്റി നമ്മൾ ഉറപ്പുവരുത്തേണ്ട കാര്യമാണ്. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള, ഡിസ്ട്രെസ്സിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് അവർ നിൽക്കുന്നതെങ്കിൽ അവർ സേഫും ക്വയറ്റും ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് മാറ്റാനായിട്ട് നമ്മളെക്കൊണ്ട് പറ്റണം. അതാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ വളരെ കാമായിട്ടുള്ള പ്രസൻസ് ആണ്. ഇമോഷണലി ഓവർവെൽംഡ് ആയിട്ടുള്ള ഒരാളെന്ന് പറയുന്നത് വളരെ കൺഫ്യൂസ്ഡും പാനിക്കും ആകും. അപ്പം നമ്മളിവിടെ ആ ഒരു സിറ്റുവേഷനിൽ പാനിക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വ്യക്തി ഒരിക്കലും സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒരാളുടെ ആ ഒരു വ്യക്തിയെ കാം ഡൗൺ ചെയ്യാനോ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. സോ നമ്മൾ വളരെ കാമായിട്ട് ആ വ്യക്തിയുടെ കൂടെ ഉണ്ടായിരിക്കുക. മൂന്നാമത്തെ കാര്യം എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, എനിക്ക് കരയാൻ നേരത്തെ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ഒരാൾ കരഞ്ഞാലോ ഒരാൾ സ്ട്രെസ്ഡ് ആയാലോ അയാൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എന്ത് പറയണമെന്ന് അറിഞ്ഞൂടാ. നിങ്ങൾ പ്രത്യേകിച്ചൊന്നും പറയാൻ നിൽക്കേണ്ട ആവശ്യമില്ല. അതിന് ഒരു റൈറ്റ് ആയിട്ടുള്ള വേർഡ് ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധമില്ല. പക്ഷെ ഞാൻ കൂടെയുണ്ട് എന്നൊരു ഉറപ്പ് മാത്രമാണ് ആ വ്യക്തിക്ക് ആ സമയത്ത് കൊടുക്കാൻ പറ്റുന്നത്. അഷ്യൂർ ദം ദാറ്റ് യു ആർ ദെയർ വിത്ത് ദം. നമ്മളൊപ്പം ഉണ്ട്, നമുക്ക് ചെയ്യാം. ഒരിക്കലും ആ വ്യക്തിയെ പ്രഷർ ചെയ്യാൻ പാടില്ല. എന്താണ് നടന്നത് അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്ന് സംസാരിക്കാനോ ആ ഇൻസിഡൻസ് ഡിസ്ക്രൈബ് ചെയ്യാനോ ഒരിക്കലും ആ വ്യക്തിയെ പ്രഷർ ചെയ്യാതിരിക്കുക. അവർ ടൈം എടുത്ത് അവർ സംസാരിച്ച് തുടങ്ങട്ടെ. ആ ടൈം വരെ അവരുടെ ഒപ്പം ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. നാലാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ആ വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ള ഒരു വെള്ളമോ അല്ലെങ്കിൽ വളരെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുമായിട്ട് ഈ വ്യക്തിയെ കണക്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ഡീറ്റെയിൽസ് ആ വ്യക്തിയെ അറിയിക്കുന്നതൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുന്നൊരു ഫാക്ടറാണ്. അഞ്ചാമതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് ഒരു ബ്രിഡ്ജാണ്. അതൊരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് മാത്രമാണ്. ഇനിയുള്ള ഒരു സിറ്റുവേഷനിലേക്ക് ആളെ കണക്ട് ചെയ്ത് വിടുക. ആളുടെ ഫാമിലി ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റൊരു സർവീസിലേക്ക് ആയിക്കോട്ടെ ആ വ്യക്തിയെ കണക്ട് ചെയ്ത് വിടുക. സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയുന്നതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്തൊക്കെ ഇതിൽ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ഒരിക്കലും ആ വ്യക്തിയോട് ക്ലീഷേ ആയിട്ടുള്ള ഡയലോഗ്സ് പറയാണ്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാം നടക്കുന്നത് ഒരു റീസൺ ഉള്ളത് കൊണ്ടാണ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കാനായിട്ട് ആ വ്യക്തിയോട് പറയുക. അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെയാണ്, പോട്ടെ, സാരമില്ല, ഇങ്ങനെയുള്ള ഡയലോഗ്സ് ഒന്നും പറയണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയണം എന്നിട്ട് ഒരാവശ്യമില്ല. നേരെ മറിച്ച് അവിടെ ഇമ്പോർട്ടൻ്റ് ആകുന്നത് നിങ്ങളുടെ പ്രസൻസ് ആണ്. അല്ലാതെ ആ വ്യക്തിയെ ഡയഗ്നോസ് ചെയ്യാനോ ഭയങ്കര പോസിറ്റീവായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ ആ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനോ ഒന്നും നിങ്ങൾ നിൽക്കേണ്ട ആവശ്യമില്ല. സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് പച്ചയായിട്ടുള്ളൊരു മനുഷ്യനായിട്ട് ഒരാളുടെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ്. വളരെ റെസ്പെക്റ്റ്ഫുള്ളായിട്ട് ഒരാളുടെ കൂടെ നിൽക്കുക. നിങ്ങൾക്ക് അവിടെ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള വേർഡ്സിൻ്റെ ആവശ്യമില്ല, കൃത്യമായിട്ടുള്ള വാക്കുകളല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. നേരെ മറിച്ച് നിങ്ങൾ കൂടെ നിൽക്കുക. നിങ്ങൾ അവിടെ ആരെയും ഫിക്സ് ചെയ്യാനായിട്ട് നോക്കണ്ട, അവിടെ ഒരു പ്രോബ്ലം നിങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് നോക്കണ്ട. ജസ്റ്റ് നിങ്ങളുടെ പ്രസൻസ് മാത്രമാണ് ഈ ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്.
ചില സമയത്ത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു സെൻറ്റൻസ് ആയിരിക്കും. ഞാൻ കൂടെ ഉണ്ടോ താൻ പേടിക്കാതെ എന്ന് പറയുന്ന ഒരൊറ്റ സെൻറ്റൻസിലായിരിക്കും ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത്. ഈ ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എല്ലാ മനുഷ്യന്മാരും അറിഞ്ഞിരിക്കേണ്ടതാണ്. നിങ്ങൾക്കോ നിങ്ങളുടെ ഒപ്പമുള്ള ആർക്കെങ്കിലും ഈ ഒരു കാര്യം തീർച്ചയായിട്ടും ലൈഫിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഡു ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്.